നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. ജസ്റ്റ് കണ്ടങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. എന്നാൽ പല ആളുകളും അത്തരം വാട്സപ്പ് മെസ്സേജുകൾ, ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് കൂടുന്ന സമയത്ത് വാട്സപ്പിൽ ഓടിച്ചെന്ന് നമ്മളെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യും. പക്ഷേ നേരത്തെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്ക് കാര്യമായിട്ട് സ്റ്റോറേജ് പ്രശ്നം വരുന്നത് നമ്മുടെ വാട്സപ്പിനകത്താണ്. പല ആളുകളും നിരന്തരം ഓരോ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും, വാട്സപ്പിലെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിനകത്തുള്ള എല്ലാ മെസ്സേജും അങ്ങ് ഡിലീറ്റായി പോകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിനകത്ത് ഒരു ഫീച്ചറില്ല. പക്ഷേ ചെറിയൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. തുറന്ന് ഇതുപോലെ പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. തുറന്ന് ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഇമേജ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്ലിക്ക് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇതുവരെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഫോട്ടോസ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ റിസീവ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആരെങ്കിലും അയച്ചു തന്ന ഫോട്ടോസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനത്തിൽ സേവ്ഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഏതെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു ഫോട്ടോ, ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് സേവ്ഡ് എന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ആ ഫോട്ടോ കാണാൻ സാധിക്കും. അതായത് പിന്നെ ഇവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് ഡിലീറ്റ് ചെയ്യുന്ന ഫോട്ടോ, വീഡിയോക്കകത്ത് നിന്ന് ഇത്തരം നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോകൾ ഡിലീറ്റ് ആകില്ല. ഇനി നമുക്ക് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസുകളൊക്കെ കാണും. വേണ്ട വീഡിയോകൾ, സേവ് ചെയ്ത് വെക്കേണ്ട വീഡിയോകളൊക്കെ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിസീവ്ഡ് ഭാഗത്തും സെൻഡ് ഭാഗത്തൊക്കെ നമുക്ക് ഓരോ വീഡിയോസുകളും കാണാൻ സാധിക്കും. ഇനി ഓഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനുവലായിട്ട് ഒരു ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും ക്ലീനിങ് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണാം, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലിക്ക് ചെയ്യുക. വീക്കിലിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 14 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു മാസത്തേക്ക് ചെയ്യാം. ഇനി ഷെഡ്യൂൾ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഇവിടെ വീക്കിലി സെലക്ട് ചെയ്യാണ് കാണിച്ചു തരുന്നതിന് വേണ്ടി. ഇത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മാത്രമല്ല ഇവിടെ മീഡിയ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന ഫയലുകൾ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സെറ്റ് ചെയ്യാം. റിസീവ്ഡ്, നമുക്ക് ആരെങ്കിലും അയച്ചെന്ന ഫയലുകളാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. വേണ്ടാത്തത് നിങ്ങൾക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് ടോട്ടലി ക്ലീൻ ചെയ്യണമെങ്കിൽ, വോയിസ് നോട്ട് അത്തരത്തിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ, ജിഫായിട്ട് വരുന്ന വീഡിയോകളോ അല്ലെങ്കിൽ അത്തരം ഫോട്ടോസുകളോ ഒക്കെ, ഡോക്യുമെൻറ്റ്സുകൾ, ഓൾ ഡാറ്റാബേസ്, നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച വാട്സപ്പിലെ ഡാറ്റാബേസ് അടക്കം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ തന്നെ ആ മെസ്സേജുകളൊക്കെ ക്ലീൻ ചെയ്യപ്പെടും. ഇനി ഇവിടെ ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇവിടെ മൂവ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വാട്സപ്പിനകത്തുള്ള ഇമേജുകളൊക്കെ നമ്മുടെ SD കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇമേജസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉദാഹരണത്തിന് ഇവിടെ ഈ അവസാനത്തിൽ കാണുന്ന ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോട്ട് മൂവ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഇത് മൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടെ ഡു നോട്ട് മൂവ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ടാമത് ചൂസ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ SD കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ SD കാർഡ് എന്ന് കാണിക്കും. ഇതിനകത്ത് ഇപ്പം ഞാൻ SD കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് SD കാർഡ് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ ഏതെങ്കിലും ഫോൾഡറായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പുതിയ ഫോൾഡർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഫോൾഡറിൻ്റെ ചിഹ്നം കാണും. ഇതിനകത്ത് നിന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും ക്രിയേറ്റ് ഫോൾഡർ കാണാം, അതിനകത്തേക്ക് മൂവ് ചെയ്യിക്കാനും സാധിക്കും. അപ്പോൾ SD കാർഡിലേക്കും ജസ്റ്റ് മൂവ് ചെയ്യിക്കാനും വളരെ സിമ്പിളായിട്ട് വാട്സപ്പിനകത്ത് ആവശ്യമുള്ള ഫോട്ടോകൾ മൂവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു സൗകര്യമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ഫോട്ടോകൾ സേവ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും.